എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനൊരു 3-4 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളായിരുന്നു, അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇടാഞ്ഞത്. പക്ഷേ എൻ്റെ പഴയ വീഡിയോ ഒക്കെ കിടക്കുന്നത് എൻ്റെ കൂട്ടുകാരെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയ വെച്ച് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഇപ്പം ഞാനൊരു പാൻ അടുപ്പ് വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനതിൽ ചേർക്കുന്നത് സേമിയാണ്. ഇതിപ്പോൾ ഞാനൊരു 200 ഗ്രാം സേമിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സേമിയ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്ത ഏതായാലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വറുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലോണം ചൂടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. സേമിയൊക്കെ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പം സേമിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ പാൻ തന്നെ നമ്മൾ അടുപ്പ് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് നമുക്ക് ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് 1/2 കപ്പോളം തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങ് വറക്കണ്ട. തേങ്ങയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 4 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്തോട്ടിന് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കറുത്തെള്ളം കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ സേമിയ വെച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.